നമസ്കാരം. എല്ലാവർക്കും SK അസ്ട്രോ ലൈഫിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് മാസത്തിൽ കന്നി രാശിക്കാർക്ക് ചില അത്ഭുതകരമായ അവസരങ്ങൾ ആണ് വരുന്നത്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയവുമാണ്. പ്രത്യേകിച്ച് ഓഗസ്റ്റ് 6 മുതൽ 22 വരെ ബുധനും ഗുരുവും ചേർന്നുള്ള അനുകൂല കാലഘട്ടം ജീവിതത്തിൽ മുന്നേറ്റത്തിനുള്ള സമയമാണ്. ഗുരു 11-ാം ഭാവത്തിലാണ്. 11-ാം ഭാവത്തിലെ ഗുരു ആഗ്രഹ സാഫല്യം, വരുമാന വർധനവ്, പുതിയ സൗഹൃദങ്ങൾ, സ്വാധീനമുള്ള ആളുകളുടെ സഹായം എന്നിവ നൽകും. സാമ്പത്തിക നേട്ടം വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് അംഗീകാരമൊക്കെ ലഭിക്കും. പുതിയ വരുമാന മാർഗങ്ങളൊക്കെ തുറക്കുന്നതായിരിക്കും. ദീർഘകാല ആഗ്രഹങ്ങളൊക്കെ സഫലമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശുക്രൻ നീച സ്ഥിതിയിലാണ്. അപ്പോൾ അനാവശ്യ ചിലവുകളൊക്കെ വർദ്ധിക്കാനിടയുണ്ട്. ആഡംബര ചിലവുകൾ നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. ദാമ്പത്യ ബന്ധങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കേണ്ടതായിട്ടുണ്ട്. ഓഗസ്റ്റ് 6 മുതൽ 22 വരെ ബുധൻ ഗുരുവിനൊപ്പമാണ്. ഈ മാസത്തിലെ ഏറ്റവും ശക്തമായ കാലഘട്ടമാണിത്. ഈ ദിവസങ്ങളിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല വാർത്തകളൊക്കെ ലഭിക്കാനിടയുണ്ട്. അഭിമുഖങ്ങളിലും പരീക്ഷകളിലും വിജയ സാധ്യത ഉയരും. വ്യാപാരികൾക്ക് പുതിയ കരാറുകളും മികച്ച ലാഭവും ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി ഉണ്ടാകാം. ഓഗസ്റ്റ് 23 മുതൽ ബുധൻ 12-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് യാത്രകളൊക്കെ വർദ്ധിക്കാം. അപ്പോൾ ചിലവുകളൊക്കെ നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. രേഖകളിലൊക്കെ ഒപ്പിടുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ടുണ്ട്. ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ശനിയുടെ സ്വാധീനം ക്ഷമയും കഠിനാധ്വാനവും ആവശ്യപ്പെടുന്നു. വൈകിയാലും സ്ഥിരമായ നേട്ടങ്ങൾ ലഭിക്കും. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. മുതിർന്നവരുടെ ഉപദേശം ഗുണപ്രദമാണ്. ചൊവ്വയുടെ ദൃഷ്ടി കാരണം മത്സരങ്ങളിൽ വിജയിക്കാനുള്ള സാധ്യത കൂടും. ധൈര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. എന്നാൽ ദേഷ്യവും തിടുക്കവും നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികം നോക്കിയാൽ ഓഗസ്റ്റ് 6 മുതൽ 22 വരെ വരുമാനം മെച്ചപ്പെടും. പുതിയ നിക്ഷേപങ്ങളൊക്കെ ആലോചിക്കാം. എന്നാൽ മാസാവസാനത്തിൽ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 6 മുതൽ 22 വരെ പഠനത്തിലും മത്സര പരീക്ഷകൾക്കും ഏറ്റവും മികച്ച സമയമാണ്. ഏകാഗ്രതയും ഓർമ്മശക്തിയും മെച്ചപ്പെടും. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഗുണവർദ്ധനവിനായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയാണ്. ബുധനാഴ്ച മഹാവിഷ്ണുവിനെയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. ഗണപതി ഭജനം നടത്തുക. വ്യാഴാഴ്ച ഗുരുവിന് മഞ്ഞപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത് പൊതുവായ ഫലങ്ങളാണ്. വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹസ്ഥാനങ്ങൾ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.